നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം തിങ്കളാഴ്ച പുറത്തു വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാവുന്നുണ്ടോ? അനുകൂലമായാലും പ്രതികൂലമായാലും, അതായത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കേരളത്തിലെ കോൺഗ്രസിൽ നിലമ്പൂർ ഫലം ഉണ്ടാക്കുന്നത് വലിയ തോതിലുള്ള ചലനങ്ങളായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. CPM-ൽ നിലമ്പൂർ ഫലം ജയിച്ചാൽ മാത്രമാണ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക. എം സ്വരാജ് ജയിച്ചില്ലെങ്കിൽ, എം സ്വരാജ് തോറ്റുപോയാൽ കേരളത്തിലെ CPM-ൽ അത് ഒരു പൊട്ടിത്തെറിയോ പ്രത്യാഘാതമോ വലിയ സംഭവമായി മാറുകയോ ചെയ്യുകയില്ല. എന്താണെന്ന് വിശദീകരിക്കാം. അതായത് കോൺഗ്രസ് വർഷങ്ങളായി അത് LDF ജയിക്കാത്ത മണ്ഡലമാണ്. എന്ന് വെച്ചാൽ ഒരു UDF മണ്ഡലമായിരുന്നു. 2016-ലും 2021-ലും അവിടെ LDF സ്വതന്ത്രനായി PV അൻവർ ജയിച്ച പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതോടെയാണ് അത് 2016 മുതൽ LDF-ൻ്റെ മണ്ഡലമായി മാറുന്നത്. അതിനു മുമ്പ് അരനൂറ്റാണ്ട് കാലമായി അത് UDF കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ്. CPM-ൻ്റെ രക്തസാക്ഷിയായ CPM-ൻ്റെ എല്ലാ കാലത്തെയും കേരളത്തിലെ ഫൈറ്റർ MLA-മാരിൽ ഒരാളായിരുന്ന കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. TK ഹംസ കോൺഗ്രസിൽ നിന്ന് വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അവസാനമായി അവിടെ അൻവറിന് മുമ്പ് CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി ജയിക്കുന്നത്. അതിനുശേഷം ആര്യാടൻ്റെ ഒരു തരംഗം എന്ന് പറയാവുന്ന, ആര്യാടൻ മുഹമ്മദിൻ്റെ തരംഗം എന്ന് പറയാവുന്ന ഒരു ആധിപത്യമായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ. വേറെ പലരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ആര്യാടനാണ് അവിടെ പ്രധാനമായും തലപ്പൊക്കമുള്ള ഒരു നേതാവായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉയർന്നു വന്നത്. ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. അതൊരു രാഷ്ട്രീയ ചരിത്രമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയമാണ്. ആര്യാടൻ മുഹമ്മദ് തന്നെ LDF സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുമുണ്ട്. 1980-ലെ EK നായനാർ സർക്കാരിൽ കോൺഗ്രസ് ഘടകകക്ഷിയായിരുന്നു. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും PC ചാക്കോയും ആര്യാടൻ മുഹമ്മദും MM ഹസനും ഒക്കെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്. അതിനുശേഷമാണ് അന്ന് കേരള കോൺഗ്രസ് മാണിയും LDF-ൻ്റെ കൂടെ ആയിരുന്നല്ലോ. അതിനുശേഷമാണ് 82-ൽ അവർ കാലുവാരിക്കൊണ്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നതും UDF രൂപീകരിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ആര്യാടൻ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് CPM എന്ന നിലയ്ക്ക് അവിടെ അരനൂറ്റാണ്ടിന് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് പോലും. പക്ഷേ അപ്പോഴും അത് LDF-ൻ്റെ സീറ്റല്ല. PV അൻവർ എന്ന സ്വതന്ത്ര LDF MLA 2 തവണ ജയിച്ച സീറ്റാണ്. അവിടെ UDF-നാണ് ആധിപത്യം. അതാണ് നമ്മുടെ പോയിന്റ്. UDF-നാണ് ആധിപത്യം. M സ്വരാജ് ജയിച്ചാൽ സന്തോഷം, അത് UDF-ൻ്റെ കോട്ട പിടിച്ചെടുക്കലാണ്. 2026 ഇലക്ഷനിലും LDF-ന് ശക്തമായി 3-ാം വട്ടവും തിരിച്ചു വരാനുള്ള അരങ്ങൊരുക്കുന്ന പൊളിറ്റിക്കൽ വിക്ടറിയായി മാറും. അതാണ് പ്രധാനം. തോറ്റാൽ UDF-ന് വർഷങ്ങളായി ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ അവർ വീണ്ടും ജയിച്ചു, അത് മാത്രമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥിതി അതല്ല. കോൺഗ്രസ്സിന് ഈ സീറ്റ് LDF സ്വതന്ത്രനായിരുന്ന PV അൻവർ ജയിച്ച ഒഴിവിൽ കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം, പഴയ ആധിപത്യം തിരിച്ചു പിടിച്ചേ പറ്റൂ. അങ്ങനെ തിരിച്ചു പിടിക്കുന്നെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ നേട്ടം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം 2026-ൽ 2 തവണ തുടർച്ചയായി ഉണ്ടായ പരാജയത്തിന് ശേഷം UDF തിരിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് UDF-യുമായി ബന്ധപ്പെട്ട ഓരോ രാഷ്ട്രീയ വിജയവും സ്വന്തം ആധിപത്യം ഉറപ്പിക്കലിൻ്റെ, സംഘടനയിലും രാഷ്ട്രീയത്തിലും ആധിപത്യം ഉറപ്പിക്കലിൻ്റെ ഭാഗമാണ്. അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്താതെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് അൻവർ നിർദ്ദേശിച്ച VS ജോയി, DCC പ്രസിഡന്റ് VS ജോയി അംഗീകരിക്കാതെ സ്ഥാനാർത്ഥിയാക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് VD സതീശൻ്റെ തീരുമാനമായിരുന്നു. അതിൽ കോൺഗ്രസിനുള്ളിൽ പലർക്കും, UDF-ൽ തന്നെ ലീഗ് ഉൾപ്പെടെ പലർക്കും മുറുമുറുപ്പും വിയോജിപ്പും ഉണ്ടായിരുന്നിട്ടും ആര്യാടൻ ഷൗക്കത്ത് മതി എന്ന് അൻവറിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തീരുമാനിച്ച VD സതീശൻ്റെ തീരുമാനമായിരുന്നു.
ആ തീരുമാനത്തിൻ്റെ വിജയം ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം മാത്രമാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചില്ലെങ്കിൽ ഷൗക്കത്തിനേക്കാൾ വലിയ പരാജയം ഉണ്ടാകാൻ പോകുന്നത് സതീശനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ആരുടെ സ്ഥാനാർത്ഥിയാണോ ആര്യാടൻ ഷൗക്കത്ത്, ആ ആൾ വി ഡി സതീശൻ ഷൗക്കത്തിൻ്റെ തോൽവിയുടെ വലിയ രാഷ്ട്രീയ പതനത്തിലേക്ക് വീണുപോകും. 2026 ഇലക്ഷനിൽ UDF വന്നാൽ വി ഡി സതീശൻ്റെ പദവികൾ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും, മാറ്റി നിർത്തപ്പെടുക പോലും ചെയ്തേക്കാം. വന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 2021 സംഭവിച്ചതുപോലെയുള്ള ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിക്കൂടാകില്ല. പല രീതിയിലും രാഷ്ട്രീയമായ സംഘടനാപരമായും കോൺഗ്രസിലും UDFിലും മുന്നണിയിൽ നിന്ന് പിന്നിലേക്ക്, ഇപ്പോഴത്തെ മുന്നിലെ ഒന്നാമൻ എന്ന സ്ഥാനത്ത് നിന്ന് പല അടികൾ പിന്നിലേക്ക് കോൺഗ്രസും ഘടകകക്ഷികളും ചേർന്ന് തള്ളി മാറ്റാൻ സാധ്യതയുള്ള ആളാണ് സതീശൻ. എങ്ങനെ? ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ, അഥവാ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ സതീശനെ പിന്നെ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പിടിച്ചാൽ കിട്ടില്ല. സതീശന് ജയമായി അത് മാറും. അത് 2026 ഇലക്ഷനിലും അതിനുശേഷമുള്ള ഫലം എന്തായാലും അതിലുമൊക്കെ സതീശൻ്റെ കോൺഗ്രസിലെയും UDFിലെയും ആധിപത്യം കൂടുതൽ ശക്തമായി ഉറപ്പിക്കാൻ കാരണമാകും. CPMഉം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും കൃത്യമായി പറഞ്ഞതുപോലെ, പലവട്ടം ആവർത്തിച്ചതുപോലെ, PV അൻവറിൻ്റെ രാജിയാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കിയത്. PV അൻവർ രാജി എന്ന് ഡയറക്റ്റ് പറയുകയല്ല പിണറായിയും CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി അവർ പറയുന്നത് ഒരു വഞ്ചനയുടെ ഫലമാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്നാണ്. എന്താണ് ആ വഞ്ചന? 2 തവണ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് ജയിപ്പിച്ചു എന്നത് മാത്രമല്ല, അൻവറിനെതിരെ പല ഘട്ടങ്ങളിലും പല രീതിയിലും ഉണ്ടായ വിവാദങ്ങൾ, ഉയർന്ന ആരോപണങ്ങൾ, പഴികളെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ CPM LDFും കോട്ട കെട്ടി ചേർത്ത് അൻവറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അൻവർ അയാൾ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കാൻ പോലും തയ്യാറാകാതെ രാജിവെച്ച് അവിടെ ബൈ ഇലക്ഷൻ കളമൊരുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പിണറായിസം എന്ന പുതിയൊരു ക്യാമ്പയിൻ CPMനും മുഖ്യമന്ത്രിയും PB അംഗവുമായ പിണറായി വിജയനുമെതിരെ വളരെ നെഗറ്റീവ് ടോണിൽ തുടർച്ചയായി ഉന്നയിക്കാൻ സോഷ്യൽ മീഡിയയിലും പുറത്തെ മാധ്യമങ്ങളിലും ഇലക്ഷൻ ചർച്ചകളിലും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ് PV അൻവർ. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അൻവറിൻ്റെ തോൽവി എന്ന് പറയുന്നത് അവിടെ CPMന് പ്രധാനമാണ്. അൻവറിൻ്റെ തോൽവിയെക്കുറിച്ച് CPMന് സംശയവുമില്ല. പക്ഷെ അൻവറിൻ്റെ പതനം സാധാരണഗതിയിലുള്ള തോൽവി കൊണ്ട് മാത്രം പൂർണ്ണമാകും എന്ന് CPMോ മുഖ്യമന്ത്രിയോ വിശ്വസിക്കുന്നില്ല. മറിച്ച് അൻവറിൻ്റെ പതനം, അൻവറിൻ്റെ പരമാവധി കുറച്ച് വോട്ടുകൾ കിട്ടുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും CPM നടത്തിയിട്ടുണ്ട്. മറുവശം നേരെ തിരിച്ച് അൻവറിന് അവിടെ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ LDF തോൽക്കുക എന്നതിനേക്കാൾ പ്രധാനം UDF തോൽക്കുക എന്നതായി മാറിയൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം തന്നെയാണ് ഇലക്ഷൻ അവസാനം വരെ നിന്നത്. എന്താണത്? UDFിലേക്ക് തന്നെ പ്രവേശിപ്പിക്കാതെ ചവിട്ടി പുറത്താക്കി മാറ്റി നിർത്തിക്കൊണ്ട് അവഹേളിച്ചു എന്ന് തന്നെ കാലു പിടിക്കാൻ പോയപ്പോൾ മുഖത്ത് ചവിട്ടി എന്ന് അൻവർ തന്നെ പറയത്തക്ക രീതിയിൽ അവഹേളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി തോൽക്കുക എന്നത് അൻവറിൻ്റെ ആവശ്യമായി മാറി. അതെന്തുകൊണ്ടാണ്? ഷൗക്കത്ത് തോറ്റാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ തോൽവിയുടെ പ്രത്യാഘാതം മുഴുവൻ ചെന്ന് തട്ടുന്നത് വി ഡി സതീശനിലാണ്, പ്രതിപക്ഷ നേതാവിലാണ്. സതീശനെ തോൽപ്പിക്കാൻ, തന്നെ അവഹേളിച്ച സതീശനെ കോൺഗ്രസിൽ വലിയ പതനത്തിലേക്ക് എത്തിക്കാൻ അൻവറിന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ തോൽവി വളരെ പ്രധാനമാണ്. ആ പോയിൻ്റ് ഇതുവരെ കേരള രാഷ്ട്രീയമോ നിലമ്പൂർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവരോ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. അൻവർ ഇലക്ഷൻ ശേഷം പറയുന്ന താൻ ജയിക്കും, മറ്റവർ രണ്ടുപേരും തോക്കും എന്ന് പറയുന്ന കണക്കുകളൊന്നും അൻവർ പോലും വിശ്വസിക്കുന്ന കണക്കുകളല്ല. പക്ഷേ ഇതിനടിയിലൂടെ അൻവർ ചെയ്ത ചില കാര്യങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് വിവേകത്തോടു കൂടി സൂക്ഷ്മമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ
പറയുന്നത്. ആ സൂക്ഷ്മ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ റിസൾട്ട് കൂടിയാണ് തിങ്കളാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. തിങ്കളാഴ്ച ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് അൻവറിന് പ്രധാനമാണ്, സതീശന് പ്രധാനമാണ്, ആര്യാടൻ ഷൗക്കത്തിനും പ്രധാനമാണ്, VS ജോയിക്കും പ്രധാനമാണ്. ഷൗക്കത്ത് ഈ ബൈ ഇലക്ഷൻ ജയിച്ചാൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തല്ലാതെ വേറെ സ്ഥാനാർത്ഥി UDF ഉണ്ടാവില്ല. തോറ്റാൽ VS ജോയിക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയും. അങ്ങനെ പലതുകൊണ്ടും രാഷ്ട്രീയമായും വ്യക്തിപരമായും UDF കേന്ദ്രങ്ങൾക്കും അൻവറിനും പ്രധാനമാണ് ഈ റിസൾട്ട്. അതേസമയം LDFന് ജയിച്ചാലൊരു സീറ്റ്, അതിൻ്റെ രാഷ്ട്രീയമായ വലിയ നേട്ടങ്ങൾ, തോറ്റാൽ UDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ്, അല്ലെങ്കിൽ കാലങ്ങളായി UDF ജയിച്ചിരുന്ന ഒരു സീറ്റ് ഒരു വഞ്ചകൻ്റെ കൈകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഈ വ്യത്യാസമാണ് നിലമ്പൂർ ഫലത്തെ ശ്രദ്ധേയമാക്കുന്നത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.